ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദിജ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പിസ്സ എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പിസ്സ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഈസ്റ്റ് ഒരു 10 മിനിറ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അല്പം ഉപ്പും കൂട്ടിയിട്ട് നന്നായി കുഴച്ചെടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് മൈദയാകുമ്പോൾ അങ്ങനെയാണല്ലോ ഒന്ന് നമുക്ക് കുഴച്ച് വെക്കണം. ഇത് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലാണ് ശരിക്കും ഇതൊന്ന് ആക്റ്റീവായി പൊന്തി വരുള്ളൂ. അതിന് നമ്മൾ സമയം കൊടുക്കുക. ഞാൻ രാവിലെ കുഴച്ച് വെച്ചിട്ട് വൈകുന്നേരം ഈവനിങ് ടൈമിലാണ് പിസ്സ ഉണ്ടാക്കുന്നത്. ആ ഒരു സമയമായപ്പോഴേക്കും നന്നായി പൊന്തി ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കപ്പ് മൈദ കൊണ്ട് 2 പിസ്സയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മസാല ആയിട്ട് വേറെ ഒന്നുമില്ല, കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ചിക്കൻ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായി ഡ്രൈ ഫ്രൈ ആക്കേണ്ട കാര്യമില്ല, പക്ഷേ എൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ട് എന്നാലും കുഴപ്പമില്ല. നമ്മൾ എയർ ഫ്രൈയിൽ വെക്കണ കാരണം അധികം ഒന്ന് ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്ന് വേവുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് വേറെ ഒരു സ്പെഷ്യൽ മസാല നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുക്കറിലിട്ട് തക്കാളിയും അതുപോലെ വെളുത്തുള്ളി, സബോള, ഒരു പച്ചമുളകല്ല നമ്മുടെ ഉണക്കമുളക്, അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു വിസിലടിച്ചെടുക്കുക. അപ്പോഴൊക്കെ അതൊന്ന് വേവും. അത് വേവണ സമയം കൊണ്ട് ഞാനിവിടെ ചിക്കനൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുക്കറിലിട്ട സാധനങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇത് അരച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു ചെറിയ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് വറ്റി ഒരു പേസ്റ്റ് രൂപത്തിലാവണ വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ പിസ്സേനകത്തേക്ക് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പിന്നെ അതും കൂടി ഒന്ന് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കേണ്ടത് വറുത്ത്. അപ്പോൾ നമ്മളിത് മാവ് എടുക്കുകയാണ്. ഈ ഒരു മാവ് കൊണ്ട് ഞാൻ 2 പിസ്സയാണ് ഉണ്ടാക്കിയത്. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഓയിൽ പുരട്ടി ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലാണ് പരത്തി വെച്ചേക്കുന്നത്. പരത്തിയതിന് ശേഷം ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കണം. കുത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ മസാല, ടൊമാറ്റോയുടെ ആ മസാല നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ആഡ് ചെയ്യട്ടെ. അതിന് പ്രത്യേകിച്ച് ഫ്ലേവറോ അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം അതൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആയിട്ട് എടുത്തേക്കുന്നത് ഇപ്പോൾ ഓണിയനും അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പൊട്ടറ്റോ ഫ്രൈയും ചിക്കനും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചീസ്, അതാണ് മെയിനായിട്ട്. ചീസ് എത്ര ഇട്ടാലും നമുക്ക് അത്രയും ഇഷ്ടമാണല്ലോ. അപ്പോൾ ചീസൊക്കെ ഇട്ട് ഒരു ലെയർ അത് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് ഓണിയനും അതുപോലെ ക്യാപ്സിക്കോ ഇട്ടിട്ട് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചിക്കനും ഇട്ടിട്ട് എയർ ഫ്രൈയിൽ ഒന്ന് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ഓൾറെഡി എല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മാവ് മാത്രമാണ് ഇങ്ങനെ കുക്കാവേണ്ടത്. അതിൻ്റെ പേരിൽ അധിക സമയമൊന്നുമില്ല. ഞാൻ ഒരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് കറക്റ്റ് അതിൻ്റെ അളവ് പറയാൻ അറിയില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പിസ്സ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കെച്ചപ്പും കൂടി ഇട്ടിട്ട് കഴിക്കുക ചെയ്ത്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ 2ാമത്തെ വട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.